മലങ്കരയുടെ പരിശുദ്ധ പുണ്യപിതാവേ, മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ. പുണ്യശ്ലോകനുമായ ധന്യൻ മാറിവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിന് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ആ പുണ്യപിതാവിന്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുക അഭികാമ്യമാണല്ലോ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. ധന്യൻ മാറിവാനിയോസ് പിതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു വചനത്തിന്റെ പൂർത്തീകരണമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അഗാധമായ ദൈവാശ്രയബോധത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ധന്യൻ മാറിവാനിയോസ് പിതാവിന്റെ ജീവിതം. ജനിച്ചു വളർന്ന മണ്ണും വീടും വിട്ട്, മാതാപിതാക്കളുടെ വാത്സല്യവും സഹോദരങ്ങളുടെ സ്നേഹവും വിട്ട്, പിതൃ സഹോദരനായ സ്കറിയാക്കത്തനാരുടെ കൈയും പിടിച്ച് കോട്ടയത്തേക്ക് പോയ നാൾ മുതൽ മാറിവാനിയോസ് പിതാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ദൈവാശ്രയബോധം. നാളെയെക്കുറിച്ച് ആകുലനാകാതെ ദൈവം കാണിക്കുന്ന വഴികളിലൂടെ നടക്കുവാനുള്ള ആർജവം. MD സെമിനാരിയുടെ പ്രിൻസിപ്പൽ എന്ന ബഹുമാന്യ പദവി ഉപേക്ഷിച്ചുകൊണ്ട് ഭാഷയാലും സംസ്കാരത്താലും അന്യമായ കൊൽക്കത്തയിലെ സെറാംപൂർ കോളേജിലേക്ക് പോകുവാനുള്ള തീരുമാനം എടുക്കുന്നതിനും പിന്നീട് സെറാംപൂർ കോളേജിലെ പ്രൊഫസർ പദവി ഉപേക്ഷിച്ച് അവിടുത്തെ വലിയൊരു ശമ്പളം ഉപേക്ഷിച്ച് ഒരു സന്യാസ ആശ്രമം സ്ഥാപിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെടുന്നതിനുള്ള ആർജവവും, കാലത്തിന്റെ പൂർണ്ണതയിൽ താൻ തിരിച്ചറിഞ്ഞ സത്യത്തിനു വേണ്ടി കത്തോലിക്ക പുനരൈക്യത്തിനായി തന്റെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലമായ മുണ്ടൻമലയും ആശ്രമവും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെടാനുള്ള ആ ധൈര്യവും മറ്റെവിടെ നിന്നാണ് പിതാവിന് ലഭിച്ചത്? ഈ ദൈവാശ്രയ ബോധത്തിൽ നിന്നല്ലാതെ, ദൈവം വഴി നടത്തും എന്നുള്ള തിരിച്ചറിവിൽ നിന്നല്ലാതെ. ബദനിയാശ്രമ നാളുകളിൽ ദൈവത്തിന്റെ അനന്ത കരുണ പരിപാലിച്ച് നടത്തിയ ഒട്ടനവധി അനുഭവ സാക്ഷ്യങ്ങൾ പിതാവ് തന്റെ ആത്മകഥയായ ഗിരിദീപത്തിൽ 4-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിതാവിന്റെ ദൈവാശ്രയബോധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ മലങ്കര കത്തോലിക്ക സഭ. ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് യാതൊരു സമ്പാദ്യങ്ങളോ സ്ഥാപനങ്ങളോ സ്ഥാനങ്ങളോ ഇല്ലാതെ പിതാവ് നടത്തിയ ആ വലിയ കാൽവെപ്പാണ് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മലങ്കര കത്തോലിക്ക സഭയായി ഇന്ന് മാറിയിരിക്കുന്നത്. പിതാവിന്റെ സ്വപ്നം പോലെ ഒട്ടനവധി പേർക്ക് സുവിശേഷത്തിന് ദീപ്തി ചൊരിഞ്ഞുകൊണ്ട് വിരാജിക്കുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തെ നമ്മൾ ആദരിക്കേണ്ടത് അവർ നമുക്ക് പകർന്നു തന്ന നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് ജീവിച്ചുകൊണ്ടാണല്ലോ. അപ്രകാരം മാറിവാനിയോസ് പിതാവ് നമുക്ക് തന്ന വലിയ ദർശനങ്ങളിൽ ഒന്നാണ് ഈ ദൈവാശ്രയ ബോധം. ദൈവപരിപാലനയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ആർജവത്വം. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ പിതാവിന്റെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ. ജീവിതയാത്രയിലെ പ്രതിബന്ധങ്ങളിൽ തട്ടി വീഴുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കണം. കാരണം ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ലക്ഷ്യം നല്ലതെങ്കിൽ തമ്പുരാൻ വഴി നടത്തും എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു പുണ്യപിതാവ് നമുക്ക് മുമ്പേ ജീവിച്ചിട്ടുണ്ട്. ആ പുണ്യപിതാവിനെ കത്തോലിക്കാ സഭ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ആ നല്ല ദിനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.